പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറയാം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തു എഴുന്നള്ളി വരാൻ പോകുന്ന സമയങ്ങളാണിത്. ആരാധനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുന്നു. ക്രിസ്തു ദിവ്യകാരുടെ നാഥൻ എഴുന്നള്ളി വന്ന് നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രത്യേകമായ രീതിയിൽ ഇന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മളെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധി വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൊറോണ വൈറസ് ഈ ലോകത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവജനം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ നമുക്ക് വലിയ വിശ്വാസത്തിൽ കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. നോക്കാം, നമുക്ക് ഈ നാളുകളിലെ ദുരന്തങ്ങളെല്ലാം ഈശോയോട് നമുക്കൊന്ന് പറയാം. എല്ലാ വേദനകളും എല്ലാ കഷ്ടപ്പാടുകളും ഈശോയോട് നമുക്കൊന്ന് പറയാം. നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും നമുക്ക് ഓർക്കാം. ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ചകൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, വേദന, നൊമ്പരം, ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. നമ്മുടെ ഭവനങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ രോഗത്തിലൂടെ വേദനിക്കുന്നുണ്ടെങ്കിൽ അവരെ സമർപ്പിക്കാം. നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഈ രോഗത്തിലൂടെ മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വിദൂരദേശങ്ങളിലൊക്കെ ഈ രോഗത്തോട് മല്ലടിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ ഭയവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമുക്ക് ആശ്രയിക്കാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല. നമുക്ക് വിളിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മെ സഹായിക്കാൻ ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് വലിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് ഈ അവസ്ഥകളെ സമർപ്പിക്കണം, നമ്മുടെ വേദനകളെ സമർപ്പിക്കണം, തകർച്ചകളെ സമർപ്പിക്കണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. ഈ നാളുകളിൽ കേട്ട എല്ലാ നെഗറ്റീവ് വാർത്തകളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. രക്ഷയില്ല, തകർന്നു പോകും എന്നൊക്കെയുള്ള വാർത്തകൾ, പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗം, അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു, ആ വാർത്തകളെല്ലാം സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നത് കർത്താവിനോടാണ്. വിശ്വാസം ഉണരട്ടെ. നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നിന്റെ ദൈവം നിന്റെ അടുത്ത് വസിക്കുന്ന ദൈവമാണ്. നിന്റെ ദൈവം നിന്നെ കാണുന്ന ദൈവമാണ്, നിന്നെ അറിയുന്ന ദൈവമാണ്, നിന്നെ മനസ്സിലാക്കുന്ന ദൈവമാണ്. കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കുകയും ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തി, കർത്താവേ, ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, ദിവ്യകാരുടെ നാഥൻ കടന്നു വരുമ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഇതിനു വേണ്ടിയാണ്. എനിക്ക് സന്തോഷം ലഭിക്കണം, സമാധാനം ലഭിക്കണം, നിരാശ വിട്ടുപോകണം, ദുഃഖപീഠകൾ വിട്ടുപോകണം. കർത്താവെ, ഉറങ്ങാൻ സാധിക്കുന്നില്ല, ദൈവമേ, നല്ല വാർത്തകളൊന്നും കേൾക്കുന്നില്ല. കർത്താവേ, കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ, അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ, അവിടുന്ന് എന്നെ ബലപ്പെടുത്തണമേ. എന്റെ കണ്ണുനീർ തുടയ്ക്കാൻ, എന്റെ പ്രാർത്ഥന കേൾക്കാൻ, എന്റെ അരച്ചിലുകൾ കാണാൻ കർത്താവേ, അവിടുന്ന് ഈ രാത്രിയിൽ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകത്തിലെ അനേക രാജ്യങ്ങൾ കൊറോണ വൈറസിന്റെ ഭീതിയിലാണ്. ആയിരക്കണക്കിന് വ്യക്തികൾ മരിച്ചു എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിന് വ്യക്തികൾ ഇതിന് ട്രീറ്റ്മെന്റിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലോകരാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, തകർന്നുകൊണ്ടിരിക്കുന്ന അനേകർ, മരിച്ചു വീണ അനേക രോഗികൾ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഇറ്റലി എന്ന രാജ്യത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ രാജ്യത്തിലേക്ക് കർത്താവേ, നിന്റെ ശക്തി അയച്ച് ആ രാജ്യത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ, ആ ജനതയെ അനുഗ്രഹിക്കണമേ, അവിടെ ഭയം എടുത്തു മാറ്റണമേ, പുതിയ സന്തോഷം നൽകി, പുതിയ പ്രത്യാശ നൽകി ആ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ രോഗം ആരംഭിച്ച ചൈന എന്ന രാജ്യത്തെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. അവിടെയും ആയിരക്കണക്കിന് വ്യക്തികൾ മരിച്ചു എന്ന് നമുക്കറിയാം. അവിടെയും അനേകർ ഇപ്പോൾ വലിയ ഭീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ രാത്രിയിൽ അങ്ങ് ആ ദേശത്തിലേക്ക് കടന്നു ചെന്ന് ആ ദേശത്തെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവർ, ഈ നാളുകളിൽ രോഗം അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, അമേരിക്കയെ ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമേരിക്കയിലേക്ക് അവിടുന്ന് വിജയ ശ്രീലാളിതനായി ഈ രാത്രിയിൽ ഇറങ്ങി വരണമേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ജനത്തിന്റെ കണ്ണുനീരൊപ്പാൻ, ആ ജനത്തിന്റെ വേദന കാണാൻ, അവരുടെ ഭീതി എടുത്തു മാറ്റാൻ,
ആ രാജ്യത്തോട്, ആ രാജ്യത്തിന്റെ ഭരണാധികാരികളോട് കർത്താവേ അവിടുന്ന് കരുണ കാണിക്കണമേ. വലതുകരം ഉയർത്തി നമുക്ക് ആ ദേശത്തെ, ഈ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു നാമത്തിൽ ഈ രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഈ രാജ്യങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിന്റെ ശക്തി ഈ രാജ്യങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനതകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജനലക്ഷങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കണ്ണുനീർ നീക്കപ്പെടട്ടെ. കർത്താവ് യേശു ക്രിസ്തു, നിത്യജീവനായ യേശു ക്രിസ്തു, നിത്യവൈദ്യനായ യേശു ആ ദേശങ്ങളെ അനുഗ്രഹിക്കട്ടെ, അവരുടെ വേദന കാണട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രൂശിതനേ കാരുണ്യം തൂകണമേ. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. വീണ്ടും പ്രാർത്ഥിക്കാം. സ്പെയിൻ എന്ന രാജ്യത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടെയും ജനതകൾ വേദനിക്കുന്നു, അവരും പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെ യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആ രാജ്യത്തിൻ്റെ മേൽ അത്യുന്നതന് ശക്തി ഇറങ്ങി ആ രാജ്യത്തെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഇറാനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇറാന്റെ മേൽ സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, ആ ജനം ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണട്ടെ. കർത്താവ് ഈ രാജ്യങ്ങളെല്ലാം അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഈ രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ വസിക്കുന്ന ജനലക്ഷങ്ങൾ യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിന്റെ ശക്തി ആ ദേശങ്ങളുടെ മേൽ, ആ രാജ്യങ്ങളുടെ മേൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭീതിയിൽ കഴിയുന്ന നിന്റെ മക്കളെ, വേദനയിൽ കഴിയുന്ന നിന്റെ മക്കളെ അവിടുന്ന് വിടുവിക്കണമേ കർത്താവേ. പുതിയ സന്തോഷം നൽകണമേ കർത്താവേ, പുതിയ പ്രത്യാശ നൽകണമേ കർത്താവേ. അങ്ങ് ഈ ജനത്തിന്റെ മേൽ പ്രകാശമായി കടന്നു തരണമേ. കരങ്ങൾ ഉയർത്തി ആ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. ഫ്രാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഫ്രാൻസ് എന്ന രാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആ ജനതകളെ അങ്ങ് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, UK വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ രാജ്യത്തെയും അവിടെ എല്ലാ ഭരണാധികാരികളെയും കർത്താവെ അവിടുന്ന് ഈ രാത്രിയിൽ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവെ. ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെൽജിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ 2 രാജ്യങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവിടുത്തെ ജനതകളെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്തിൻ്റെ മേൽ, അവിടെ വേദനയിൽ മേൽ അവിടുന്ന് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അനുഗ്രഹിക്കുന്ന കരങ്ങൾ ഈ രാജ്യങ്ങളുടെ മേൽ അവിടുന്ന് വീണ്ടും ഈ രാത്രിയിൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ ജനത്തെ അങ്ങ് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ സങ്കടങ്ങൾ കാണണമേ കർത്താവേ, അവരുടെ തകർച്ചകൾ കാണണമേ കർത്താവേ, അവരുടെ സാമ്പത്തിക മേലെ അനുഗ്രഹിച്ച് ഉയർത്തണമേ കർത്താവേ. ആ ദേശങ്ങളെ നമുക്ക് യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന ബാക്കി എല്ലാ രാജ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആ രാജ്യങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് ആ ദേശങ്ങളെല്ലാം ആശീർവദിക്കപ്പെടണം. ആ ദേശങ്ങളുടെ മേലെല്ലാം കർത്താവിൻ്റെ വിജയകരമായ വലതുകരം ഉയർത്തപ്പെടണം. അവിടെയുള്ള ഭീതി വിട്ടുപോകണം, ഭയം വിട്ടുപോകണം, രോഗപീഠകൾ വിട്ടുപോകണം. വലിയ സന്തോഷം കൊണ്ടും
ആനന്ദം കൊണ്ടും ആ രാജ്യങ്ങളെല്ലാം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദിവ്യകാരുണ്യത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ജനം വിശ്വാസം ഉണരട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന അവിടെ സ്വീകരിക്കണമേ. കർത്താവെ, അവരുടെ രോഗപീഠകൾ എടുത്തു മാറ്റണമേ. തകർച്ചകൾ മാറ്റണമേ. കർത്താവേ, നൊമ്പരങ്ങൾ മാറ്റണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. പ്രിയമുള്ളവരെ, വലിയ വിശ്വാസത്തിൽ നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി ഇറങ്ങാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മഹാരാജ്യത്തെ ഈശോ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി ഉയർത്തണം. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മന്ത്രിമാരെയും യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഖ്യമന്ത്രിമാരെയും യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മേൽ അവിടുത്തെ ശക്തി അയക്കണമേ. കർത്താവെ, രോഗപീഠകളിൽ നിന്ന്, തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കൊറോണ വൈറസിന്റെ ഭീകരതയിൽ നിന്ന് കർത്താവെ, ഈ രാജ്യത്തെ അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാജ്യത്തിന്റെ മേൽ നിന്റെ തിരുരക്തം ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവിടുന്ന് ആശീർവദിക്കണമേ. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഭീതിയിൽ കഴിയുന്നതിന്റെ മക്കളെ അവിടുന്ന് സന്ദർശിക്കണമേ. എല്ലാ ഭയവും നീങ്ങിപ്പോകട്ടെ. വലിയ സന്തോഷം ഉണ്ടാകട്ടെ. പ്രത്യാശ നിറയട്ടെ. വിശ്വാസം ഉണരട്ടെ. സന്തോഷത്തിന് വാർത്തകൾ വരട്ടെ. യേശു നാമത്തിൽ ഇന്ത്യ മഹാരാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, സ്വരമുയർത്തി പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. എല്ലാ ദേവാലയങ്ങളും വീണ്ടും തുറക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന ദിവ്യബലികൾ പങ്കെടുക്കാൻ സാധിക്കാത്ത നമ്മുടെ വേദനയും ദുഃഖവും എല്ലാം സമർപ്പിക്കാം. നമ്മുടെ ദേവാലയങ്ങൾ വീണ്ടും തുറക്കട്ടെ. ദൈവജനം ദേവാലയത്തിലേക്ക് ഓടിക്കൂടട്ടെ. നമുക്ക് ആശ്രയം കർത്താവിൻ്റെ അൾത്താരയാണ്. നമുക്ക് ആശ്രയം ക്രിസ്തുവാണ്. അതിന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേവാലയങ്ങളും എത്രയും പെട്ടെന്ന് തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഏറ്റവും അധികം വേദനിക്കുന്നത് ഞങ്ങളുടെ അനുദിന ദിവ്യബലി നഷ്ടപ്പെട്ടു എന്നതിലാണ്. കർത്താവെ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ദേവാലയത്തിലേക്ക് ഓടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കർത്താവെ, ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ദിവ്യബലികളില്ല എന്നത് കർത്താവെ ഞങ്ങളെ വേദനിപ്പിക്കുന്നു. കർത്താവെ, ഈ വേദനയിലേക്ക് ഞങ്ങൾ അങ്ങേ ക്ഷണിക്കുന്നു. കർത്താവെ, കർത്താവെ, ഞങ്ങൾക്കായി അവിടുന്ന് ദേവാലയങ്ങൾ വീണ്ടും തുറക്കണമേ. ഒരുമിച്ച് കൂടാൻ, ദിവ്യബലി അർപ്പിക്കാൻ, അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കർത്താവെ അവിടുന്ന് ദേവാലയങ്ങൾ വീണ്ടും തുറന്നു തരണമേ. അവിടുന്ന് ഞങ്ങളുടെ ദേവാലയങ്ങൾ വീണ്ടും തുറന്നു തരണമേ. കർത്താവെ, അങ്ങയുടെ മക്കൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾക്കായി, അങ്ങയുടെ ജനത്തിനായി, അങ്ങയുടെ മക്കൾക്കായി ദേവാലയങ്ങൾ വീണ്ടും തുറക്കണമേ. കർത്താവെ, കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിളിക്കുന്നു. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ, ഞങ്ങളുടെ നെടുവീർപ്പുകൾ കാണണമേ കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരുകൾ സ്വീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. മുട്ടുവേദൽക്കാം. മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തു, സർവാധിപത്യമുള്ളവൻ, നമ്മുടെ പ്രാർത്ഥന കേട്ട കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനും നമ്മോട് വസിക്കാനുമായി എഴുന്നള്ളി വരുന്നു. മുട്ടുമേൽ നിന്ന് ആ കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. മുട്ടുമേൽ നിൽക്കാം. ആരാധന എൻ ദൈവത്തിന്, ദൈവത്തിന് ആരാധന ആരാധന, എൻ യേശുവിന്, യേശുവിന് ആരാധന ആരാധന, ശുദ്ധാത്മാവിന്, ശുദ്ധാത്മാവിന് ത്രിയേക ദൈവമേ, ആശ്വാസപ്രദനേ, ആരിലും ഉന്നതനായവനേ. ത്രിയേക ദൈവമേ, ആശ്വാസപ്രദനേ, ആരിലും ഉന്നതനായവനേ. ആരാധന ആരാധന, എൻ ദൈവത്തിന്, ദൈവത്തിന് ആരാധന ആരാധന, എൻ യേശുവിന്, യേശുവിന് ആരാധന ആരാധന, ശുദ്ധാത്മാവിന്, ശുദ്ധാത്മാവിന് ആരാധന ആരാധന, എൻ രക്ഷകന്, രക്ഷകന് ആരാധന ആരാധന, സൗഖ്യദായകന്, സൗഖ്യദായകന് ആരാധന ആരാധന, പാപമോചകന്, പാപമോചകന് ആദ്യനും അന്ത്യനും ആരാലും വന്യനും ആയവനാം കർത്താവിനാരാധന. ആദ്യനും അന്ത്യനും ആരാലും വന്യനും
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു. സ്വരമുയർത്തി ആരാധിക്കാം. നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവിനെ ആരാധിക്കാം. ജീവനദാതനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവാരാധന, 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 യേശുവാരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. പരിശുദ്ധ പരമദിവികർണീശോയ്ക്ക്, പരിശുദ്ധ പരമദിവികർണീശോയ്ക്ക്, നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികർണീശോയ്ക്ക്. കണ്ണുകൾ തുറന്ന് നമുക്കൊരു നിമിഷം ഈശോയെ കാണാം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവാണ് നിന്റെ നിത്യപ്രകാശം. നിന്റെ വിലാപങ്ങൾ അവസാനിക്കും. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം തരാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല, പ്രശോഭിക്കുക. കർത്താവാണ് നിന്റെ പ്രകാശം. നിന്റെ ദൈവം നിന്റെ മഹത്വമായിരിക്കും. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല. ഇതാ നമ്മുടെ സൂര്യൻ, ഇതാ നമ്മുടെ കർത്താവ്. കർത്താവാണ് നിന്റെ നിത്യപ്രകാശം. നിന്റെ ദൈവം നിന്റെ മഹത്വമായിരിക്കും. നിന്റെ കണ്ണുനീരുകൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ വിലാപങ്ങൾ അവസാനിക്കും. കർത്താവ് പറഞ്ഞ വാക്കുകൾ, ദൈവവചനം. യേശുവിനെ നോക്കാം നമുക്ക്. ഇതാ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ദൈവം. ഈശോ പറഞ്ഞ പുനരുദ്ധാനവും ജീവനും ഞാനാണ്. പുനരുദ്ധാനവും ജീവനും ഞാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലായിരിക്കുന്ന യേശു അവിടുന്നാണ് പുനരുദ്ധാനവും ജീവനും. ഒരിക്കൽ കർത്താവ് കഫർനാമിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ യേശുവിനെ കാണാൻ ചില യഹൂദർ പ്രമാണികൾ തിരക്കിട്ട് യേശുവിനെ കാണാൻ വന്നു. യേശുവിനോട് ആ യഹൂദ പ്രമാണികൾ ഇങ്ങനെ പറഞ്ഞു, ഈ നഗരത്ത് ഇവിടെ ഒരു ശതാധിപനുണ്ട്, ഒരു നല്ല മനുഷ്യനാ. അദ്ദേഹത്തിനൊരു പരിചാരകനുണ്ട്, അദ്ദേഹത്തിന് വേലക്കാരനുണ്ട്. ആ ശതാധിപൻ ഒത്തിരി സ്നേഹിക്കുന്നൊരു വേലക്കാരനാണ്. അയാള് രോഗം പിടിച്ച് ആസന്ന മരണ കിടക്കുകയാണ്, മരിക്കാനായി. നീ ചെന്ന് ആ ഭൃത്തിനെ ഒന്ന് സുഖപ്പെടുത്തണം. കാരണം ഈ ശതാധിപൻ നല്ല മനുഷ്യനാ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് അദ്ദേഹം പണി തന്നിട്ടുണ്ട് എന്നൊക്കെ ഈ യഹൂദ പ്രമാണികൾ യേശുവിനോട് പറയുകയാണ്. യേശു ഇത് കേട്ടപാടെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, ഓടി എങ്ങോട്ടാ? ഈ ശതാധിപന്റെ ഭവനത്തിലേക്ക്. തിരക്കിട്ട് ശതാധിപന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുമ്പോൾ ദൂരത്ത് വെച്ച് തന്നെ ഇതാ ശതാധിപൻ വീണ്ടും തൻ്റെ ഭൃത്യന്മാരെ അയക്കുകയാണ്. അങ്ങനെ പറയുന്നു, നീ എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല.
അതുകൊണ്ട് നീ എൻ്റെ വീട്ടിലേക്ക് വരണ്ട. നിന്നെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. കാരണം ഞാനൊരു ശതാധിപനാ. എൻ്റെ പിന്നിൽ എന്തുമാത്രം പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് നീ വരിക എന്ന് പറയുമ്പോൾ വരുന്നു, മറ്റൊരുവനോട് നീ പോവുക എന്ന് പറയുമ്പോൾ പോകുന്നു, വേറൊരുവനോട് നീ ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെയ്യുന്നു. ഇതേപോലെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കാരണം എൻ്റെ വീട്ടിൽ നിന്നെ പ്രവേശിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നിന്നെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ പറഞ്ഞു വിട്ടത്. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ അവർ കാണുന്നത് ആ ഭൃത്യൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു. ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യത എനിക്കില്ല. അത് സത്യമാണ് താനും. നിന്നെ ഒന്ന് നേരിട്ട് സമീപിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അതും സത്യമാ. ഒരു നിമിഷം നമുക്ക് ഈ ഒരു എളിമയോടെ കർത്താവിന് മുമ്പിലായിരിക്കാം. കർത്താവേ, ഈ രാത്രിയിൽ നീ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നല്ലോ. യോഗ്യതയില്ലായിരുന്നു കർത്താവേ, ഒട്ടും യോഗ്യതയില്ലായിരുന്നു. എന്നിട്ടും നീ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നല്ലോ കർത്താവേ. നിന്നെ സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എന്നിട്ടും ഈശോയെ, ഇതാ നീ എൻ്റെ ബെഡിനരികിലേക്ക്, എൻ്റെ മുറിയിലേക്ക്, എൻ്റെ ഊട്ടുശാലയിലേക്ക്, എൻ്റെ പ്രാർത്ഥനാ ഹാളിലേക്ക്, എൻ്റെ മുറിയിലേക്ക് കർത്താവേ നീ കടന്നു വന്നല്ലോ. യേശുവേ, എന്നെ അനുഗ്രഹിക്കണമേ. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ശതാധിപനെ പടയാളികൾ അനുസരിക്കുന്നത് പോലെ നീ ഒരു വാക്ക് പറഞ്ഞാൽ പിശാചുകൾ വിട്ടുപോകും, രോഗങ്ങൾ വിട്ടുപോകും, തകർച്ചകൾ വിട്ടുപോകും, ദുരിതങ്ങൾ വിട്ടുപോകും. രണ്ട് കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. എല്ലാം മറന്ന്, എല്ലാം മറന്ന്, എല്ലാം മറന്ന് അവനെ വിളിക്കാം. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. പാടാം ഒരുമിച്ച്. മറ്റൊന്നും വേണ്ട. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം വാക്യം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. കർത്താവിന്റെ സാന്നിധ്യം സർവപ്രതാപത്തോടുകൂടെ നമ്മുടെ കൺമുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ നേരത്ത് നമുക്ക് അവനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയപ്പെടുവാൻ ഇടയാക്കണമേ. യേശുവേ, കർത്താവേ, നിന്റെ സ്നേഹം നീ കാച്ചിക്കുറുക്കിയെടുത്തതാണല്ലോ ദിവ്യകാരുണ്യം. ഹല്ലേലൂയ. കർത്താവേ, നീ നിന്നെ തന്നെ തകർത്ത് ഞങ്ങൾക്ക് വേണ്ടി കൂടെയായിരിക്കുവാൻ സ്ഥാപിച്ച ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്റെ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നതിനേറ്റു പറയാം. ദൈവജനമേ, ഇരുകരവും ചങ്കോട് ചേർത്ത് പിടിച്ച്, ഇരുകരവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഈശോയുടെ സ്നേഹത്തെ ധ്യാനിക്കാം. ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹത്തെ ധ്യാനിക്കാം. കർത്താവേ, നിന്റെ സ്നേഹത്തണലിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുന്നു. കർത്താവേ, നിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ പീഡാസഹനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ നെറുകയിൽ 33 വയസ്സുകാരൻ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി എന്നതൊരു കെട്ടുകഥയല്ലെന്ന്, ചരിത്രമാണെന്ന് വിശ്വസിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് പകരക്കാരനായി നീ മരിച്ചുവെന്നുള്ളത് കർത്താവേ, അതിനെ യാഥാർത്ഥ്യമായി ചരിത്രമായി ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലും സ്നേഹത്തിന്റെ ഉറവുകൾ പൊട്ടിയൊഴുകുമല്ലോ. കർത്താവേ, നിന്റെ സ്നേഹത്തെ ധ്യാനിക്കുവാൻ ഇടവരുത്തണമേ. കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ പ്രഭാഷണം 24:13 കർത്താവേ, ഞങ്ങളുടെ തോട് നദിയായി ഒഴുകണമേ. കർത്താവേ, ഞങ്ങളുടെ നദി സമുദ്രമായി ഒഴുകട്ടെ. കർത്താവേ, ഞാൻ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി
എന്റെ നദി സമുദ്രമായി. കർത്താവേ, ഞങ്ങളുടെ തോട് നദിയായി ഒഴുകട്ടെ. തീക്ഷ്ണതയിൽ ഞങ്ങൾ ജ്വലിക്കട്ടെ. കർത്താവേ, നിന്റെ സ്നേഹത്തെ ധ്യാനിക്കുവാൻ ദൈവജനമേ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ധ്യാനിക്കാം. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി വിട്ടുതന്ന പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതിരിക്കുമോ? നമ്മുടെ വീണ്ടെടുപ്പിനായി സ്വന്തം പുത്രനെ നൽകിയ പിതാവിന്റെ സ്നേഹത്തെ ഓർക്കാം. പുത്രൻ നമുക്ക് വേണ്ടി ചെറുതായവൻ, അവന്റെ പീഡാസഹനത്തെ ഓർക്ക്. നമുക്ക് വേണ്ടി ചാട്ടവാറടിയേറ്റവൻ, നമുക്ക് വേണ്ടി മുൾക്കിരീടം അണിഞ്ഞവൻ, നമുക്ക് വേണ്ടി ആട്ടിത്തുപ്പലുകളുടെ അവഹേളനത്തെ ഏറ്റെടുത്തവൻ. അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതിരിക്കുമോ? അവൻ നമ്മളെ വീണ്ടെടുക്കാതിരിക്കുമോ? വലിയ സ്ലീവാമരവും ചുമന്നുകൊണ്ട് കാൽവരി മല കയറിയപ്പോൾ പല ആവർത്തി ശരീരം ആ കാൽവരി മലയിൽ വീണ് അവന്റെ ശരീരം നമുക്ക് വേണ്ടി തകർത്തു. കർത്താവേ, കാൽവരിയുടെ നെറുകയിൽ കുരിശിലേക്ക് നിന്റെ കരങ്ങൾ ചേർത്ത് വെച്ചിട്ട് പച്ചമാംസത്തിലേക്ക് ഇരുമ്പാണി അടിച്ചു കയറ്റുന്ന കഠോര വേദനയെ നിശബ്ദമായി നീ ഏറ്റെടുത്തത് എന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണല്ലോ. കർത്താവേ, ഇനിയും എന്നെ വീണ്ടെടുക്കണമേ. കർത്താവേ, എന്റെ കണ്ണീര് മായ്ക്കണമേ. കാൽവരി മലയുടെ നെറുകയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 നാളുകളിൽ കുരിശിന്മേൽ തൂങ്ങപ്പെട്ട് കിടന്ന് ശരീരത്തിലെ അവസാന തുള്ളി ചോരയും അവസാന തുള്ളി ജലവും ഞങ്ങളുടെ പാപപരിഹാരത്തിനായി ഒഴുക്കിയിറക്കി ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ ഞങ്ങളെ വീണ്ടെടുക്കണമേ. കർത്താവേ, നിന്റെ കുരിശോട് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കണ്ണീര് മായ്ക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. എന്റെ ദൈവം ഏകജാതനെ നൽകി, എന്റെ ഈശോ പരിഹാര ബലിയായി. ശാന്തമായി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്റെ ദൈവം ഏകജാതനെ നൽകി, എന്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എന്റെ ദൈവം ഏകജാതനെ നൽകി, എന്റെ ഈശോ പരിഹാര ബലിയായി. കർത്താവേ, നിന്റെ പീഡകളൊക്കെയും എന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്, എനിക്ക് രക്ഷ സമ്മാനിക്കാൻ വേണ്ടിയിട്ട്, രോഗത്തിന്റെ മരണത്തിന്റെ ഞെരുക്കങ്ങളുടെ എല്ലാ ദുരിതകാലങ്ങളെയും അതിജീവിച്ച് കർത്താവേ, നിന്റെ പുത്രനായി അവകാശത്തോടെ ദൈവപുത്രന്റെ സ്ഥാനത്തേക്ക്, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ വീണ്ടെടുക്കാനായി ആത്ബലിയായി കുരിശിൽ സമർപ്പിച്ചവനെ, നിന്റെ പീഡകളെ ഓർത്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ, നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ, ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാ. എനിക്കായി എന്റെ ദൈവം ഏകജാതനെ
ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവേ, ഈ വചനം എത്രയോ വട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് കർത്താവെ, നീ വലതുകരത്തിൽ പിടിച്ചത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിയിൽ ഇങ്ങനെ നിൽക്കാനെങ്കിലും ഞങ്ങളെ കൊണ്ടാകുന്നത്. കർത്താവേ, നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. കർത്താവേ, ഇത്രത്തോളം ഞങ്ങൾ എത്തിച്ചത് നിന്റെ കൃപയൊന്നു മാത്രമാണ്. ദൈവമേ, പിറന്നു വീണ കാലം തൊട്ട് ഈ നേരം വരെയുള്ള അനുഗ്രഹങ്ങളെ ഓർത്തെടുത്ത കണ്ണീരൊഴുക്കിയല്ലാതെ നന്ദി പറയാൻ ഞങ്ങൾക്കാകില്ല. ദൈവമേ, പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. കണ്ണീരോടെ നിന്റെ സന്നിധിയിൽ വന്ന് ഹൃദയം നിലവിളിച്ചപ്പോഴൊക്കെ നീ സ്വർഗം ചായിച്ചിറങ്ങി വന്നിട്ടുണ്ട്. കർത്താവേ, നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, വീണ്ടെടുത്തിട്ടുണ്ട്. കർത്താവേ, നിനക്ക് നന്ദി. ഇത്ര കാലത്തോളം ചെയ്ത നന്മകൾക്ക് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ കാത്തുപരിപാലിച്ചത് നീയാണ്. എന്റെ കുടുംബജീവിതം, എന്റെ മക്കൾ, എന്റെ തൊഴില്, എന്റെ വരുമാന മാർഗങ്ങളൊക്കെയും ഈശോയെ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങൾ ഒക്കെ നിന്റെ കൃപ കൊണ്ടാണ്. കർത്താവെ, ഓർത്തെടുത്താൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവിടെ നിന്ന് നീ കൈ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ദൈവമേ ഇത്രത്തോളം ഞങ്ങൾ എത്തിയതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, നിന്റെ കൃപ, നിന്റെ സ്നേഹം അനുഭവിച്ച ജനമാണ് ഞങ്ങൾ. നീ വീണ്ടെടുത്ത ജനമാണ് ഞങ്ങൾ. കർത്താവേ, നിനക്ക് നന്ദി. ഈശോയെ, നിന്റെ കരുണയോർത്ത്, നിന്റെ കൃപയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പോലും നീ മറച്ചു പിടിച്ച് ഞങ്ങളെ കാത്തിട്ടുണ്ട്. ദൈവമേ, ഈശോയെ, ഞങ്ങൾ ഇടർച്ചകൾ, ഞങ്ങളുടെ ബലഹീനതകൾ മറ്റാരും അറിയരുതെന്നുള്ള നിർബന്ധം കർത്താവേ, എനിക്കും നിനക്കും ഇടയിൽ നീ എന്നെ പൊതിഞ്ഞു പിടിച്ച നേരങ്ങൾ ഒരുപാടുണ്ട്. കർത്താവേ, ഈശോയെ, എന്തു കണ്ടു നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ? അയോഗ്യദാസനാണ് ദൈവമേ. നന്ദികേടേറെ കാണിച്ചിട്ടുണ്ട് കർത്താവേ. അനുഗ്രഹങ്ങളേറെ പറ്റിയിട്ടും വീണ്ടും വഴി മറന്നു പോയിട്ടുണ്ട് ദൈവമേ. കർത്താവേ, എന്റെ എല്ലാ നന്ദികേടുകൾക്കപ്പുറത്തും വീണ്ടും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവനെ, എന്തു കണ്ടു നീ ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര പാലിക്കാൻ? കർത്താവേ, യോഗ്യതയില്ലെന്ന് ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ? യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. ചേർന്ന് പ്രാർത്ഥിക്കാം. എന്തു കണ്ടു? എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ?
പാപിയായിരുന്നൊരു കാലത്തും അങ്ങേ മറന്നൊരു നാളിലും പാപിയായിരുന്നൊരു കാലത്തും അങ്ങേ മറന്നൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ചേർന്ന് പ്രാർത്ഥിക്കാം. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇത് കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിക്കാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ, ഇത് കൃപയതാ യേശുവേ. കർത്താവേ, ഞങ്ങൾ കേൾക്കുകയായിരുന്നു. നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അത്ഭുതങ്ങൾ കാണും. കർത്താവേ, നിന്റെ പരിശുദ്ധിയെ, നിന്റെ സർവാധിപത്യത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് പറയാൻ ഏറെ കണ്ണീരിന്റെ കഥകളുണ്ട്, ഏറെ ദുഃഖ ദുരിതങ്ങളുടെ ഏടുകളുണ്ട്. കർത്താവേ, നിന്റെ സന്നിധിയിൽ വന്നു നിന്നിട്ട് ഞങ്ങൾക്ക് ഏറെ പ്രശ്നങ്ങളുണ്ട് ദൈവമേ എന്ന് പറയാനാണ് ഞങ്ങൾക്ക് പ്രലോഭനം. പക്ഷെ ദൈവമേ, നിന്റെ സന്നിധിയിൽ, നിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. കർത്താവേ, സർവശക്തനെ, എല്ലാറ്റിന്റെയും ഉടയവനെ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനെ, നിന്റെ സർവശക്തിയിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, ഞങ്ങളുടെ രോഗങ്ങളെ, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ, ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളെ, ഞങ്ങൾക്കിടയിലെ ഭിന്നതകളെ, ഞങ്ങളുടെ പാപചായ്വുകളെ ഒക്കെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവജനമേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കാം. നാവിൽ അവന്റെ മഹത്വത്തിന് നമുക്ക് സ്തുതി കരയറ്റാം. കർത്താവേ, ഈശോയെ, ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ മാറിപ്പോകും, എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകും, പാപത്തിന്റെ ചായ്വുകൾ മാറിപ്പോകും, അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങൾ മാറിപ്പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, നിനക്ക് മഹത്വം. സർവശക്തനെ, ആരാധന. ഹല്ലേലൂയ. ഓ കർത്താവേ, ആരാധന, 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 ആരാധന. ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ,
പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവജനമേ, നമുക്ക് സാധിക്കുന്നവർക്കൊക്കെ തിരുസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കാം. ആരോഗ്യമുള്ളവരൊക്കെ ഈ സഹനത്തെ പ്രാർത്ഥനയാക്കി മാറ്റി മുട്ടിന്മേൽ നിൽക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭയങ്ങളെയും ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാം. നമ്മുടെ എല്ലാ ആശങ്കകളെ കർത്താവിന് വിട്ടുകൊടുക്കാം. കർത്താവേ, എൻ്റെ വ്യഗ്രതകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിതത്തോടുള്ള പോരാട്ടത്തിൽ തളർന്നു പോകുന്ന നേരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 51:12 ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യസന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? നീ ഭയപ്പെടാതിരിക്കുക. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം. കർത്താവേ, ഈ ജനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളെയും തിരുസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ലോകമാസകലം ഭയപ്പാടിലാണ്. കൊറോണ വൈറസിന്റെ ഭീതി ലോകമാസകലം പടർന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിസ്സാരതയെ നീ ഓർമ്മപ്പെടുത്തി. കർത്താവേ, ഞങ്ങളുടെ ബലഹീനത ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർത്താവേ, ഞങ്ങൾ ഒന്നുമല്ലെന്ന് കർത്താവെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അഹങ്കാരത്തിന്റെ ബാബേൽ ഗോപുരങ്ങൾ പണിഞ്ഞുപോയ നേരങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു. കർത്താവെ, കരുണയോടെ ലോകത്തെ നോക്കണമേ. കർത്താവെ, ഒരുപാട് മനുഷ്യര് ഭയപ്പാടിലാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജോലിക്കും പഠനത്തിനുമായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ജീവിത പങ്കാളികള്, കർത്താവെ നീ കാത്തുപരിപാലിക്കണമേ. കർത്താവെ, നിന്നെ കൊണ്ട് അസാധ്യമായി യാതൊന്നുമില്ല. ഈശോയെ, നിന്റെ കരം കരുത്തുറ്റതും പ്രബലവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നിന്റെ കരം കരുത്തുറ്റതും പ്രബലവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ലോകത്തെ കരുണയോടെ നോക്കണമേ. ഈശോയെ, ഈ ഭയത്തിൽ നിന്ന് ലോകത്തെ നീ വീണ്ടെടുക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ. കർത്താവെ, ഈ വചനം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനത്തിന്റെ ശക്തിയാലേ ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ. യെശയ്യാ 40-30-31 യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീണാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവേ, നിന്റെ ജനം വീണ്ടും ശക്തി പ്രാപിക്കട്ടെ. അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ച് ഉയരും. കർത്താവേ, നിന്റെ ജനത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. നിന്നെ കൊണ്ട് അസാധ്യമായി യാതൊന്നുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ മഹത്വത്തിന് ഞങ്ങൾ സ്തുതി കരയറ്റി ഒരിക്കൽ കൂടെ ഇരുകരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുകരങ്ങളും മുട്ടുനിവരുവോളം ഉയർത്തിപ്പിടിച്ച് അവനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരം പോലും കർത്താവേ, ആരാധന 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 കർത്താവേ, 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 രോഗത്തിനാത്മാവിനെ അകറ്റണമേ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, മഹത്വം 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 കർത്താവേ. കർത്താവേ, ആരാധന 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 ആരാധന. സൗഖ്യം നൽകണമേ ഈശോയെ, സൗഖ്യം നൽകണമേ. വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ, വീണ്ടെടുക്കണമേ. നിന്റെ ലോകത്തെ, നിന്റെ ജനത്തെ നീ വീണ്ടെടുക്കണമേ. കർത്താവേ, ആരാധന 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 ആരാധന. ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കട്ടെ. ആയിരുന്നോനും ആയിരുന്നോനും ശക്തിയോടെ ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ,
കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. യെശയ്യാ 43:19. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. നിനക്ക് വേണ്ടി വിജനദേശത്ത് അവൻ പാത വെട്ടും, മരുഭൂമിയിൽ അവൻ നിനക്കായി നദി ഒരുക്കും. യെശയ്യാ 43:15. ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും. കർത്താവേ, ഞങ്ങൾക്കായി നീ ഉത്തരങ്ങൾ, ഞങ്ങൾക്കായി നീ നന്മകൾ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ഇടപെടണമേ. ഈശോയെ, ഞങ്ങൾ കേൾക്കുകയായിരുന്നു, പിശാചു ബാധിതർ നിന്നെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടരുതെന്ന്. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ഇടപെടണമേ. കർത്താവേ, ഞങ്ങളുടെ വീട്ടകങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ഈ മുറികളിലേക്ക്, എന്റെ വ്യക്തിപരമായ എല്ലാ നൊമ്പരങ്ങളിലേക്ക്, കർത്താവെ, ആരും കൂട്ടില്ലെന്നുള്ള എന്റെ ഏകാന്തതയിലേക്ക്, കർത്താവെ, മുന്നോട്ടൊരു ചുവട് വെക്കാൻ ആകിൽ നിരാശയിലേക്ക്, കർത്താവെ, എല്ലാവരും എന്നെ കൈവിട്ടുവെന്ന എന്റെ തകർച്ചയുടെ ബോധത്തിലേക്ക്, കർത്താവേ, നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും യാചനാഭാവത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് ദൈവജനമേ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണേ. ആഴത്തിൽ എന്റെ ദൈവമേ, എന്നോട് നീ ഒന്ന് ഇടപെടണമേ, ആത്മാവിൽ ഇടപെടണമേ. ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി എന്റെ ദൈവമേ, നീ ഒന്ന് ഇടപെടണമേ എന്ന് നമുക്ക് ഒരുമിച്ച് എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോടും ഇടപെടണേ കർത്താവേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. കർത്താവിനെ കണ്ണുകൾ തുറന്ന് നമുക്ക് നോക്കാം. ജീവന്റെ നാഥൻ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി. അവൻ തൊട്ടവർ, അവനെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ രണ്ട് കൈകളും ശിരസിന്മേൽ നമുക്ക് കമിഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കാം. എവിടെയാണോ സൗഖ്യം ആവശ്യമുള്ളത് ആ മേഖലയിലേക്ക് ഈ രാത്രിയിൽ നിന്റെ ദൈവം ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യവൈദ്യനായ കർത്താവ്, സർവ്വാധിപത്യമുള്ള കർത്താവ്, കർത്താവ് നിന്നെ തൊടട്ടെ. നിന്റെ രോഗപീഠകളിലേക്ക് ക്രിസ്തു കടന്നു വരാൻ പോകുന്നു. രോഗപീഠകൾ കർത്താവ് എടുത്തു മാറ്റി സൗഖ്യപ്പെടുത്താൻ പോകുന്നു. സൗഖ്യം നൽകണമേ. എവിടെയാ സൗഖ്യം ആവശ്യമുള്ളത്? എന്താണ് ദൈവത്തിന് ഇടപെടൽ ആവശ്യമുള്ളത്? ആ മേഖലയിലേക്ക് യേശുവിനെ ക്ഷണിക്ക്. കർത്താവേ, ഈ രാത്രിയിൽ ഇപ്പോൾ നീ എന്നെ തൊടണമേ കർത്താവേ. അവിടുത്തെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി നീ എന്നെ തൊടണമേ കർത്താവേ. കർത്താവേ, അവിടുത്തെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ച രക്തസ്രാവക്കാർ സ്ത്രീക്ക് ആ നിമിഷങ്ങളിൽ സൗഖ്യം കിട്ടിയല്ലോ കർത്താവേ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ സൗഖ്യദായകമായ ശക്തി എന്റെ മേൽ ഇറങ്ങട്ടെ. സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിൽ രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിൽ സൗഖ്യം ഇറങ്ങട്ടെ. തലവേദന യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അൾസർ സംബന്ധമായ രോഗങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ക്യാൻസർ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ.
ഹൃദയ സംബന്ധമായ രോഗങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സർവ്വ വൈകല്യങ്ങളും യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പാരമ്പര്യ രോഗങ്ങൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ ഈശോയേ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ ഈശോയേ. ഒന്നു തോടേണമേ, ഒന്നു തോടേണമേ, ഒന്നു തോടേണമേ ഈശോയേ. കർത്താവ് അനേകരെ തൊട്ട് സുഖപ്പെടുത്തുന്നവരെ കാണിച്ചിരുന്നു. 16ഓളം തലവേദനയുള്ള രോഗികളെ, 16ഓളം വ്യക്തികളെ, വർഷങ്ങളായി തലവേദനയുള്ള വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീട്ടിൽ കിടക്കുന്ന ഒരു കിടപ്പ് രോഗി, ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് കാണിച്ചു തരുന്നു. ആരാധിക്കാം കർത്താവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉദരത്തിലുള്ള ട്യൂമർ എടുത്തു മാറ്റി ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിച്ചു തരുന്നു. യേശു ആരാധന, 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 ആരാധന. ശക്തമായി മുടി കൊഴിയുന്നത് മൂലം വേദനിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദം നഷ്ടപ്പെടുന്ന ഒരു ടീച്ചറിനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ശക്തി അയക്കണമേ. കർത്താവേ, അവിടുത്തെ സൗഖ്യദായകമായ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് മുമ്പിൽ നമുക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഈ രാജ്യത്തെ ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ് ഇത്രയും കാലത്തിൽ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുവദിച്ചു. സാമ്പത്തികമായി ശാസ്ത്രമേഖലകളിലെല്ലാം വലിയ പുരോഗതി നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവ് ഇത്രമാത്രം വൈവിധ്യമുള്ള ഒരു രാജ്യം ലോകത്തിലൊരു പക്ഷേ വേറെ എവിടെയുമില്ല. എന്നിട്ട് ആ വൈവിധ്യത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും നന്മയിലും പുരോഗതിയിലും എല്ലാം ഞങ്ങളുടെ രാജ്യത്തെ നിലനിർത്തി വളർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ ഭരണാധികാരികളെയും എല്ലാ ജനങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ രാജ്യം എന്ന് അച്ഛൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു ഭയത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. സാമ്പത്തിക മേഖലകളെ ഭയമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഭിന്നത്തിന്റെ അസ്വസ്ഥതകൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഭ്യന്തരവും ബാഹ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങളുടെ രാജ്യത്തെ നിലനിർത്തണമേ, വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭിന്നതകളും അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്വേഷങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണാധികാരികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ ഒന്നിപ്പിൽ നിർത്തുവാനുള്ള കൃപ അവർക്ക് നൽകണമേ, ദീർഘവീക്ഷണം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭിന്നതയുടെ ദുരാത്മാക്കളെ ഞങ്ങളുടെ രാജ്യത്തെയും ഭരണാധികാരികളെയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനേകം മക്കള് പാപത്തിലും ദുശീലങ്ങളിലും തഴക്കദോഷങ്ങളിലും വേണ്ടി ജീവിക്കുന്നു.
അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ പ്രത്യേകമായിട്ട് എല്ലാ യുവജനങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴിതെറ്റിപ്പോകുന്ന അനേക മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. ആ മക്കളെ മാനസാന്തരക്ക് കൊണ്ടുവരണമേ, തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം കൊണ്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും പുരോഗതിയും ഉണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭിന്നതയുടെ ദുരാത്മാക്കൾ ഞങ്ങളുടെ രാജ്യത്തെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ നമ്മുടെ രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട്, ഭരണാധികാരികളെ സമർപ്പിച്ചുകൊണ്ട്, എല്ലാ ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഭിന്നതയുടെ ആത്മാവ് വിട്ടുപോകട്ടെ, വെറുപ്പിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ, സാമ്പത്തിക തകർച്ചകൾ മാറിപ്പോകട്ടെ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഭിന്നതകൾ മാറിപ്പോകട്ടെ, മതങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ മാറിപ്പോകട്ടെ. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓ കർത്താവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, ഭരണാധികാരികളെ നന്മ നിറയണമേ. മതനേതാക്കളെ ഏറ്റെടുക്കണമേ. രാജാക്കന്മാരുടെ രാജാവേ, ഞങ്ങളുടെ രാജ്യത്തെ നയിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ രാജ്യത്തെ അഭിഷേകിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ നന്മ കർത്താവിന്റെ മഹതി ശരീരമായ ആഗോള തിരുസഭയെ സമർപ്പിച്ച് നമുക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിന് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ സ്ഥാപിച്ച് പരിപാലിക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, സഭയിലും സഭയിലൂടെയും സംഭവിച്ച എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഇനിയും നിന്റെ സഭയെ നീ കരുത്ത് പരിപാലിക്കണമേ. ഈശോ, ഈ കാലഘട്ടത്തിൽ തീക്ഷ്ണതയോടെ സാക്ഷ്യം നൽകുവാൻ നിന്റെ സഭയെ നീ ഒരുക്കണമേ. കർത്താവേ, പീഡകളുടെ കാലത്ത് നിന്റെ കുരിശോട് ചേർത്ത് തങ്ങളെ തന്നെ വെക്കുവാൻ സഭാ തനയരെ നീ ഒരുക്കണമേ. കർത്താവേ, പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപ്പായുടെ ആരോഗ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലോകത്തുള്ള എല്ലാ മെത്രാന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിശുദ്ധിയിൽ ജനത്തെ നയിക്കുവാൻ നിന്റെ മെത്രാന്മാർക്ക് വിവേകവും പരിശുദ്ധിയും നീ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് യഥാകാലം നിന്റെ ഹൃദയത്തിന് ചേർന്ന പുരോഹിതരെ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, നിന്റെ പുരോഹിതരെ നീ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പൊന്നുപോലെ കാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരിലൂടെ സംഭവിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവേ, ഇനിയും ചുറ്റുപാടും ജീവിക്കുന്ന സാക്ഷികളാകുവാൻ, ക്രൈസ്തവ സാക്ഷ്യം നൽകുവാൻ നിന്റെ സന്യസ്തരെ നീ ഒരുക്കണമേ. കർത്താവേ, സഭയിലേക്ക് ഇനിയും നീ ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് സംഭവിച്ചു പോകുന്ന എല്ലാ ഇടർച്ചകളെയും പ്രതി കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ മുന്തിരിത്തോപ്പായി നീ വിളിച്ചു ചേർത്ത നിന്റെ സഭയെ കർത്താവെ, ഞങ്ങള് കാട്ടുമുന്തിരിപ്പഴം നൽകി പോകുന്ന എല്ലാ നേരങ്ങളെയും ഓർത്ത് കർത്താവെ ഞങ്ങൾ നൊമ്പരപ്പെടുന്നു. നിന്റെ മുന്തിരിത്തോപ്പിന് ചുറ്റുമുള്ള വേലി നീ പൊളിച്ചു കളയരുതേ. കർത്താവെ, ഞങ്ങൾ നീ സംരക്ഷിക്കണമേ. വിശ്വാസം കൈമാറിയ പൂർവികരോട് ചേർന്ന് ഈ സഭയിലെ എല്ലാ വിശുദ്ധരോടും ചേർന്ന് കർത്താവെ നിന്റെ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നൊരു പാട്ടുണ്ട്. കർത്താവെ, ബലിപീഠത്തിൽ കൂടിച്ചമയ്ക്കുന്ന പ്രാവാണ് തിരുസഭ. ബലിപീഠത്തിൽ കൂടുചമയ്ക്കുന്ന പ്രാവാണല്ലോ തിരുസഭ. കൂട് തകർത്ത് ആ പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കുവാൻ സർപ്പമണയുമ്പോ, പിശാചി വരുമ്പോ കർത്താവേ, നിന്റെ സഭയെ നീ പൊന്നുപോലെ കാക്കണമേ. തിരുസന്നിധിയിൽ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ, 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 സഭയാമമ്മേ,
നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായ എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായ എന്നെ മാറ്റണമേ. ശാലോമിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ലോകത്തിന് മുഴുവൻ സുവിശേഷം അറിയാൻ, തിരുസഭയെ ബലപ്പെടുത്താൻ ഈശോ ആരംഭിച്ച മിനിസ്ട്രി വലിയ അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ശാലോമിനെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശാലോമിനെ സ്നേഹിക്കുന്നവരെ, ശാലോമിനെ സഹായിക്കുന്ന എല്ലാ SPF അംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാലോമിന്റെ എല്ലാ ഏജന്റുമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാലോമിന്റെ ലീഡേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാലോമിനെ സഹായിക്കുന്ന സർവ്വ വ്യക്തികളെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. അവിടുന്ന് ആശീർവദിക്കുമ്പോൾ നമ്മെ, നമ്മുടെ കുടുംബത്തെയും തലമുറയെയും മക്കളെയും എല്ലാം കർത്താവ് ആശീർവദിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്കിടതെല്ലാം കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി സമർപ്പിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വിട്ടുമെന്ന് ശിരസ് നമിച്ച് ആരാധന ഈശോയെ ആരാധന 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 ആരാധന
പരിശുദ്ധ പരമദിവികണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തപ്പെടുത്തു താളം തട്ടുമോ, നാവിനാലെ സ്തുതി പാടുമോ, യേശു നമ്മെ വീണ്ടെടുത്തതാ, നന്ദിയോടെ സ്തുതി പാടുമോ. തപ്പെടുത്ത് താളം തട്ടുമോ, നാവിനാലെ സ്തുതി പാടുമോ, യേശു നമ്മെ വീണ്ടെടുത്തതാ, നന്ദിയോടെ സ്തുതി പാടുമോ. ആദ്യനും അന്ത്യനുമായി വന്നവനല്ലോ, ആരിലും ശ്രേഷ്ഠനായി പിറന്നവനല്ലോ. ആദ്യനും അന്ത്യനുമായി വന്നവനല്ലോ, ആരിലും ശ്രേഷ്ഠനായി പിറന്നവനല്ലോ. തപ്പെടുത്തു താളം തട്ടുമോ, നാവിനാലെ സ്തുതി പാടുമോ, യേശു നമ്മെ വീണ്ടെടുത്തതാ, നന്ദിയോടെ